കേരളം ഇന്ന് 3742 കോടി രൂപ കടമെടുക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച എടുത്ത 5000 കോടിക്ക് പുറമെയാണ് 3742 കോടി രൂപ കടമെടുക്കുന്നത്. സംസ്ഥാനങ്ങൾ മൊത്തം 1,50,000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കുന്നത് ഉത്തർപ്രദേശാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, കേരളത്തിന് ലഭിക്കുന്ന തുക പര്യാപ്തമാണോ? കേരള സർക്കാരിൻ്റെ പ്രതികരണം എന്താണ്? നികേഷ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ കടമെടുപ്പ് ഒരു പരിധിവരെ ആശ്വാസമാകും. പൂർണ്ണമായും പ്രശ്നപരിഹാരത്തിന് അതുകൊണ്ട് ഉതകില്ല. പക്ഷേ താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. 3742 കോടി രൂപയാണ് ഇന്ന് സംസ്ഥാനം കടമെടുക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി 13,608 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു. ഇതിൽ പക്ഷേ 8,742 കോടിക്കാണ് അന്തിമ അനുമതി നൽകിയത്. അതിൽ 5000 കോടി രൂപ കഴിഞ്ഞ ആഴ്ച കടമെടുത്തിരുന്നു. ശേഷിക്കുന്ന 3742 കോടി രൂപ കൂടിയാണ് ഇന്ന് കടമെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് KECBയുടെ നഷ്ടം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇതിൽ 4,866 കോടി രൂപ കൂടി സംസ്ഥാനത്തിന് കടമെടുക്കാം. കഴിഞ്ഞ ദിവസം അതിനും കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഈ തുക അടുത്തയാഴ്ചയായിരിക്കും സംസ്ഥാനം കടമെടുക്കുക. അതോടുകൂടി നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏതാണ്ട് ഒരു പരിഹാരം, ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലും പ്രതീക്ഷയും തന്നെയാണ് സംസ്ഥാനത്തിലുള്ളത്. ഈ സാമ്പത്തിക വർഷം കടമെടുക്കാവുന്ന തുക അത് ഏറ്റവും അവസാനമായി എടുക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച, അടുത്ത ഈ മാസം 26-ാം തീയതിയായിരിക്കും. അത് 4,866 കോടി രൂപയാണ്. ശേഷിക്കുന്ന പണം അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും സംസ്ഥാനം ഏറ്റെടുക്കുക, ഈ കടമായി എടുക്കുക. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ